Hey guys, welcome back to our YouTube channel. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. സോ കുക്കിംഗ് വ്ളോഗിൽ കടക്കുന്നതിന് മുമ്പേ അപ്പോൾ ഗായ്സ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുവാണ്. എന്നിട്ട് നമ്മളതിൽ നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, മാരിനേഷന് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ചിക്കനിലോട്ട് തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് ഒരു 10 മിനിറ്റ്സ് വീണ്ടും മാരിനേഷന് വയ്ക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 6 മിനിറ്റ്സ് എങ്കിലും വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഷൻ വെച്ചു. നമ്മുടെ സവോള, തക്കാളി, പിന്നെ കരിവേപ്പില, പിന്നെ ബാക്കി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, പിന്നെ പാനിലേക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ മാരിനേഷൻ വെച്ചിരുന്ന ചിക്കനെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. സുത കൊണ്ട് നമുക്ക് ഇത്രയും ഒരു വലുതായിട്ട് മൂക്കണ്ടത്, ഈ ഒരു പാകം മതി. നമ്മളതിനെ മൊത്തം വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് നമ്മുടെ മുളക് പൊടിയുടെ ചാറൊക്കെ കാണും. അത് നമ്മൾ കുറച്ച് സവോള എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതൊന്ന് വരട്ടി ആ ഒരു മൊത്തം ഒന്ന് എന്താ പറയുക കുഴച്ചങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്ത അതേ പാത്രത്തിൽ തന്നെ നമ്മുടെ സവോള ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കാം. എത്രത്തോളം വഴറ്റുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടുക. സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ്സ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആ സവോളേൻ്റെ ആ ഒരു മധുരമൊക്കെ അതിലോട്ട് അങ്ങ് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ, നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴട്ടുക. നമ്മൾ എത്രത്തോളം നമ്മുടെ സവോള വഴറ്റിയെടുക്കുന്ന അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ആ ടൈമിൽ നമ്മുടെ തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സവോള ഒന്ന് വെള്ളം പറ്റി വഴണ്ടിയിട്ടുണ്ട് നമ്മുടെ സവോളയിൽ. അപ്പോൾ അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതിനെ വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടെ ഇട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പട്ട, ഗ്രാമ്പൂ എല്ലാം കൂടെ ഇടുക. ജസ്റ്റ് ഒരു മണത്തിനും ഒരു ടേസ്റ്റുമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റ്. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന തക്കാളി ജ്യൂസ് അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് എന്താ പറയുക, ഈ ഒരു ചിക്കൻ കറിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ലൈക്ക് വഴറ്റി കൈ വേറെ എടുക്കും. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ചിക്കൻ ഫ്രൈൻ്റെ മസാലയില്ലേ, അത് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വീണ്ടും കുറേ നേരം ഇങ്ങനെ വഴറ്റുന്നുണ്ട്. എത്രത്തോളം വഴറ്റും അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നാണ്. അതിനുശേഷം ഞാൻ 2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റുന്നുണ്ട്. ദൈവമേ, ഞാൻ എത്ര പ്രാവശ്യം വഴട്ടുക എന്ന് പറയത്തില്ല കേട്ടോ, ക്ഷമിക്കണം അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ. സോ നമ്മൾ ചിക്കൻ എന്നിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ചിക്കൻ പകുതിയെ വെന്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ട് ചിക്കന് നല്ല വെന്തെടുക്കണം. അപ്പോൾ അതേ കണ്ടോ, നമ്മുടെ ചിക്കനിൽ ആ ഒരു കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി. ഇതിലോട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി ഇടാൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എരിവ് കുറച്ച് കുറവായതുപോലെ എനിക്ക് തോന്നി. പിന്നെ കുരുമുളക് ഇടുന്നത് നല്ലതാണല്ലോ.
അങ്ങനെ ഇതേ നമ്മളൊരു 3 മിനിറ്റ് മൂടി വെച്ചിട്ട് മൂടി തുറക്കുവാണ്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ചെറിയൊരു ഗാർണിഷിന് വേണ്ടി നമ്മൾ കറിവേപ്പില കൂടി ഒന്ന് ചിക്കൻ കറിയുടെ മുകളിലോട്ടൊന്ന് വിതറുന്നുണ്ട്. സോ ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.